ICC ചാമ്പ്യൻസ് ട്രോഫി. ക്രിക്കറ്റ് പ്രേമികളുടെ കണ്ണുകളെല്ലാം ഇനി ഈ ടൂർണമെൻറ്റിലേക്കാണ്. ഏകദിന ക്രിക്കറ്റ് തന്നെ അതിജീവിക്കാൻ പാടുപെടുന്ന കാലത്താണ് ICC വീണ്ടും ചാമ്പ്യൻസ് ട്രോഫിയുമായി വരുന്നത്. എന്നാൽ ഒരു കാലത്ത് ക്രിക്കറ്റ് ആരാധകർക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ നൽകിയ ടൂർണമെൻറ്റായിരുന്നു ഇത്. എന്താണ് ചാമ്പ്യൻസ് ട്രോഫി? അതിൻ്റെ ചരിത്രവും വർത്തമാനവും എന്തൊക്കെയാണ്? പരിശോധിക്കാം. ഏകദിന ലോകകപ്പ്, 2020 ലോകകപ്പ്, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നിങ്ങനെയുള്ള 3 ICC ടൂർണമെൻറ്റുകൾ ഇന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഏകദിന ലോകകപ്പ് മാത്രമുള്ള കാലത്താണ് ICC ഒരു പുതിയ ടൂർണമെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഏകദിന ലോകകപ്പിൻ്റെ മാതൃകയിൽ ഒരു ടൂർണമെൻറ്റ് കൂടി ഒരുക്കിയാൽ അത് ക്രിക്കറ്റിനും അതോടൊപ്പം തന്നെ പോക്കറ്റിനും ഗുണകരമാകുമെന്ന് ICC തിരിച്ചറിഞ്ഞു. കൂടാതെ ക്രിക്കറ്റിൽ വലിയ ശക്തികളല്ലാത്ത അസോസിയേറ്റ് രാജ്യങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി കൂടിയാണ് ICC ഇതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ 1998 നടന്ന ആദ്യ ടൂർണമെൻറ്റ് അന്ന് ക്രിക്കറ്റിൽ ഒരു ശക്തിയെ അല്ലാതിരുന്ന ബംഗ്ലാദേശിലാണ് ഒരുക്കിയത്. വിൽസ് ഇൻ്റർനാഷണൽ കപ്പ് എന്ന പേരിലുണ്ടായിരുന്ന ടൂർണമെൻറ്റിന് 1998 ഒക്ടോബർ 24 മുതൽ മൈതാനങ്ങൾ ഉണർന്നു. തോൽക്കുന്നവർ പുറത്താകുമെന്ന രീതിയിലായിരുന്നു ഈ ടൂർണമെൻറ്റ് ഡിസൈൻ ചെയ്തത്. അഥവാ ആദ്യ മത്സരം തോറ്റാൽ തന്നെ വീട്ടിലേക്ക് മടങ്ങാം. കിരീടമുയർത്തുന്നവരാകട്ടെ എല്ലാ മത്സരങ്ങളും വിജയിക്കുകയും വേണം. ഹാൻസി ക്രോണിയുടെ ക്യാപ്റ്റൻസിൽ ജയിച്ചു മുന്നേറിയ ദക്ഷിണാഫ്രിക്കൻ സംഘം ഫൈനലിൽ വിൻഡീസിനെ തോൽപ്പിച്ച് കിരീടം ചൂടി. പ്രോട്ടിയ സംഘം നേടിയ ഒരേ ഒരു ICC കിരീടവും ഇതാണ്. ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു തുടങ്ങിയെങ്കിലും സെമിയിൽ വിൻഡീസിനോട് തോറ്റു. ICC നോക്കൌട്ട് ട്രോഫി എന്ന പേരിൽ 2000 ഈ ടൂർണമെൻറ്റ് വീണ്ടും ഒരുക്കി. ക്രിക്കറ്റിൻ്റെ പതിവ് ഭൂമികയിൽ നിന്നും മാറി കെനിയയിലാണ് ആരവങ്ങൾ ഉണർന്നത്. നെയ്റോബിയിലെ ജിംഖാന ഗ്രൗണ്ടിലാണ് മത്സരങ്ങളെല്ലാം നടന്നത്. നോക്കൌട്ട് രൂപത്തിലായിരുന്നു മത്സരങ്ങൾ. 11 രാജ്യങ്ങൾ പങ്കെടുത്തു. വാതുവെപ്പ് വിവാദങ്ങൾ ക്രിക്കറ്റിൽ കൊടുമ്പിരി കൊണ്ട സമയമാണത്. വിവാദ നായകരായ അസ്ഹറുദ്ദീനും ആൻസി ക്രോണയും അജയ് ജഡേജയുമൊക്കെ ടീമുകൾക്ക് പുറത്തായിരുന്നു. സൗരവ് ഗാംഗുലി എന്ന യുവനായകനെ അണിനിരത്തിയാണ് ഇന്ത്യ കളത്തിലിറങ്ങിയത്. സഹീർ ഖാൻ, യുവരാജ് സിംഗ് അടക്കമുള്ളവരും ടൂർണമെൻറ്റിലൂടെ വരവറിയിച്ചു. കെനിയ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക എന്നിവരെയെല്ലാം തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിലെത്തി. പക്ഷേ ഫൈനലിൽ ന്യൂസിലാൻഡിനു മുന്നിൽ ഇന്ത്യക്ക് കാലിടറി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഗാംഗുലിയുടെ സെഞ്ചുറി കരുത്തിൽ 264 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ന്യൂസിലാൻഡ് 132-ന് 5 എന്ന നിലയിൽ പതുങ്ങിയതോടെ ഇന്ത്യ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. പക്ഷേ സെഞ്ചുറി നേടിയ ക്രിസ് കെയ്ൻസ് ഇന്ത്യൻ മോഹങ്ങളെ തല്ലിക്കെടുത്തി. അങ്ങനെ കിവികളും ആദ്യമായി ഒരു ICC കിരീടത്തിൽ തൊട്ടു. 2002 ICC ചാമ്പ്യൻസ് ട്രോഫി എന്ന പേരിലേക്ക് ടൂർണമെൻറ്റ് മാറ്റിയത്. ലങ്കയായിരുന്നു ആതിഥേയർ. തോൽക്കുന്നവർ പുറത്താകുന്ന നോക്കൌട്ട് സ്വഭാവത്തിൽ നിന്നും ടൂർണമെൻറ്റ് അതോടെ മാറിയിരുന്നു. സിംബാബ്വെ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക എന്നിവരെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറി. ആതിഥേയരായ ലങ്കയായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ. ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്തത് ലങ്കയാണ്. അവർ കുറിച്ചത് 244 റൺസ്. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ വിക്കറ്റ് നഷ്ടപ്പെടാതെ 14 നിൽക്കെ പേമാരിയെത്തി. അതോടെ അന്നത്തെ മത്സരം ഉപേക്ഷിച്ചു. റിസർവ് ഡേയിൽ വീണ്ടും മത്സരം ഒരുക്കി. റിസർവ് ഡേയിൽ മത്സരം ഒരുക്കുമ്പോൾ മാച്ച് ആദ്യം മുതൽ വീണ്ടും ആരംഭിക്കണമെന്നായിരുന്നു അന്നത്തെ നിയമം. അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത ലങ്ക 222 റൺസാണ് ചേർത്തത്. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ 38-ന് 1 എന്ന നിലയിൽ നിൽക്കെ വീണ്ടും മഴയെത്തി. അതോടെ ഇന്ത്യയെയും ലങ്കയെയും സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിച്ചു. ഇതും വിവാദമുണ്ടാക്കി. ഓവറുകൾ വെട്ടിക്കുറച്ച് 25 ഓവറായി നടത്തിയാൽ മതിയായിരുന്നുവെന്ന് പലരും വിമർശനമുന്നയിച്ചു. 271 റൺസുമായി വീരേന്ദ്ര സെവാഗ് ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോററായി. 2004 ഇംഗ്ലണ്ടായിരുന്നു ആതിഥേയർ. അമേരിക്കയും കെനിയയും അടക്കം 12 രാജ്യങ്ങൾ പങ്കെടുത്തു. 4 ടീമുകൾ വീതമുള്ള 4 ഗ്രൂപ്പായി തിരിച്ചായിരുന്നു മത്സരങ്ങൾ. ഓരോ ഗ്രൂപ്പിലെയും ജേതാക്കൾ സെമിയിലേക്ക് കടക്കും. ഇന്ത്യക്ക് പക്ഷേ നിരാശയുടെ ദിനങ്ങളായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനോട് തോറ്റതോടെ സെമി പ്രതീക്ഷകൾ അവസാനിച്ചു. ഓസ്ട്രേലിയയെ സെമിയിൽ തോൽപ്പിച്ച് ഇംഗ്ലണ്ടും പാകിസ്ഥാനെ തോൽപ്പിച്ച് വിൻഡീസും ഫൈനലിൽ കടന്നു. ഫൈനൽ അക്ഷരാർത്ഥത്തിൽ ക്ലാസിക് മത്സരമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലീഷുകാർ കുറിച്ചത് വെറും 217 റൺസ്. പക്ഷേ മറുപടി ബാറ്റിങ്ങിൽ വിൻഡീസ് 147-ന് 8 എന്ന നിലയിൽ തരിപ്പണമായി നിൽക്കുന്നു. ഇംഗ്ലീഷുകാർ വിജയമുറപ്പിച്ചതിൻ്റെ നിർവൃതിയിൽ ചിരിച്ചു തുടങ്ങി. പക്ഷേ 9ാം വിക്കറ്റിൽ 35 റൺസ് എടുത്ത കോഡ്നി ബ്രൗണയും 34 റൺസ് എടുത്ത ഇയാൻ ബ്രാഡ്ഷായും ചേർന്ന് വിൻഡീസിന് അവിശ്വസനീയമായ വിജയം നൽകി. ഒരു ICC ട്രോഫിക്കായുള്ള ഇംഗ്ലണ്ടിൻ്റെ കാത്തിരിപ്പ് വീണ്ടും നീണ്ടു. 2006 ഇന്ത്യ ആദ്യമായി ചാമ്പ്യൻസ് ട്രോഫിക്ക് മൈതാനമൊരുക്കി. 10 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, വിൻഡീസ് എന്നിവരടങ്ങിയ ഗ്രൂപ്പിലായിരുന്നു ഇന്ത്യ. ഇന്ത്യൻ ക്രിക്കറ്റിൽ അത് ഗ്രെഗ് ചാപ്പൽ യുഗമായിരുന്നു. പോയ 3 ടൂർണമെൻറ്റുകളിലും ഇന്ത്യയെ നയിച്ച ഗാംഗുലി എന്ന് ടീമിൽ പോലും ഉണ്ടായിരുന്നില്ല. രാഹുൽ ദ്രാവിഡായിരുന്നു ക്യാപ്റ്റൻ. ഇംഗ്ലണ്ടിനോട് ജയിച്ചു തുടങ്ങിയ ഇന്ത്യ ഓസീസിനോടും വിൻഡീസിനോടും തോറ്റ് സെമി കാണാതെ പുറത്തായി. ക്രിസ് ഗെയിലിൻ്റെ ബാറ്റിംഗ് മികവിൽ ഫൈനലിലേക്ക് മുന്നേറിയ വിൻഡീസും മൈറ്റി ഓസീസും തമ്മിലായിരുന്നു കലാശ പോരാട്ടം. ഫൈനലിൽ വിൻഡീസിനെ അനായാസം തോൽപ്പിച്ച ഓസീസ് ആദ്യമായി ചാമ്പ്യൻസ് ട്രോഫി കിരീടം ചൂടി. കിരീടം ഏറ്റുവാങ്ങവേ ICC അധ്യക്ഷനായിരുന്ന ശരത് പവാറിനോടുള്ള ഓസീസ് സമീപനം വലിയ വിവാദങ്ങളുണ്ടാക്കി. 2008 അടുത്ത ടൂർണമെൻറ്റ് നടക്കേണ്ടത്. ആതിഥേയരായത് പാകിസ്ഥാൻ. പക്ഷേ സാഹചര്യങ്ങൾ കലങ്ങി മറിഞ്ഞിരുന്നു.
സുരക്ഷാ ഭീഷണിയെ തുടർന്ന് പല ടീമുകളും പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചു. അതോടെ ടൂർണമെന്റ് 2009 മാറ്റി. പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ അന്നും സങ്കീർണമായിരുന്നു. പകരം ലങ്കയെ ICC നോക്കിയെങ്കിലും കാലാവസ്ഥ വില്ലനായി. ഒടുവിൽ ദക്ഷിണാഫ്രിക്കയെ ആതിഥേയരാക്കി തീരുമാനിച്ച് ടൂർണമെന്റ് തുടങ്ങി. ടീമുകളുടെ എണ്ണം 8 വെട്ടിക്കുറച്ചിരുന്നു. പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, വിൻഡീസ് എന്നിവരടങ്ങുന്ന ഗ്രൂപ്പിലായിരുന്നു ഇന്ത്യ കളിച്ചത്. ധോണിയായിരുന്നു അന്ന് ക്യാപ്റ്റൻ. യുവതാരമായി വിരാട് കോഹ്ലിയും ടീമിലുണ്ടായിരുന്നു. പാകിസ്ഥാനോട് തോറ്റാണ് ഇന്ത്യ പരമ്പര തുടങ്ങിയത്. ഓസീസുമായുള്ള മത്സരം വാഷൌട്ടായി. വിൻഡീസിനെ തോൽപ്പിച്ചെങ്കിലും സെമിയിലേക്ക് കടക്കാൻ അത് പോരായിരുന്നു. റിക്കി പോണ്ടിങ്ങിൻ്റെ ഓസ്ട്രേലിയയുടെ പ്രകടനങ്ങൾ ടൂർണമെൻറ്റിലുടനീളം ആധികാരികമായിരുന്നു. കലാശപ്പോരിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചവർ 2ാം തവണയും കിരീടത്തിൽ ചുംബിച്ചു. 2020 ലോകകപ്പിൻ്റെ വരവോടെ ചാമ്പ്യൻസ് ട്രോഫിയുടെ പ്രഭാവം മങ്ങിത്തുടങ്ങിയിരുന്നു. ഏകദിന ലോകകപ്പിൻ്റെ ഗ്ലാമർ കൂടി ഇത് നശിപ്പിക്കുമെന്ന് വിമർശനങ്ങളുയർന്നു. അതോടെ 2013 ടൂർണമെൻറ്റോടെ ചാമ്പ്യൻസ് ട്രോഫി അവസാനിപ്പിക്കുമെന്ന് ICC പറഞ്ഞു. അങ്ങനെ 8 രാജ്യങ്ങളുമായി ഇംഗ്ലണ്ടിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് അരങ്ങുണർന്നു. ദക്ഷിണാഫ്രിക്ക, വിൻഡീസ്, പാകിസ്ഥാൻ എന്നിവരടങ്ങിയ ഗ്രൂപ്പിലുള്ള ഇന്ത്യ ഗംഭീര ഫോമിലായിരുന്നു. ഗ്രൂപ്പിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ സെമിയിൽ ലങ്കയെയും തരിപ്പണമാക്കി. ഫൈനലിൽ ആതിഥേയരായ ഇംഗ്ലണ്ടായിരുന്നു എതിരാളികൾ. കനത്ത മഴ മൂലം മത്സരം 20 ഓവറാക്കി വെട്ടിച്ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ കുറിച്ചത് 129 റൺസ്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒരു ഘട്ടത്തിൽ 110-4 എന്ന നിലയിലായിരുന്നു. പക്ഷേ ബൗളർമാരെയും കൂട്ടുപിടിച്ച് ധോണി കൈവിട്ടുവെന്ന് കരുതിയ കിരീടം ഇന്ത്യക്കായി തിരിച്ചുപിടിച്ചു. ഇംഗ്ലീഷ് കാർ മേഘങ്ങളെ സാക്ഷിയാക്കി ഇന്ത്യൻ താരങ്ങൾ അന്ന് മതിമറന്ന് തുള്ളിച്ചാടി. ടൂർണമെൻറ്റിൽ ഉടനീളം ശിഖർ ധവാൻ ഇന്ത്യക്കായി മിന്നും പ്രകടനമാണ് പുറത്തെടുത്തത്. 2020 കിരീടത്തിനും ഏകദിന ലോകകപ്പിനും പുറമെ ചാമ്പ്യൻസ് ട്രോഫി കൂടി നേടി ധോണി ട്രിപ്പിൾ നേട്ടത്തിലെത്തി. പക്ഷേ വാക്കുകൾ എന്നും തെറ്റിച്ച് ശീലമുള്ള ICC 2017 വീണ്ടും ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ട് തന്നെയായിരുന്നു ആതിഥേയർ. പക്ഷേ ബ്രിട്ടീഷ് കാലാവസ്ഥ ടൂർണമെൻറ്റിന് വലിയ വെല്ലുവിളിയായി മാറി. ടൂർണമെൻറ്റിലെ ഒരുപാട് മത്സരങ്ങൾ പേമാരിയും വെളിച്ചക്കുറവും കാരണം അലങ്കോലമായി. വിരാട് കോഹ്ലിയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെയും പാകിസ്ഥാനെയും തോൽപ്പിച്ച ഇന്ത്യ ലങ്കയോട് തോറ്റത് കൗതുകമായി. സെമിയിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ഇന്ത്യയും കിരീടപ്രതീക്ഷയുണ്ടായിരുന്ന ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ട് പാകിസ്ഥാനും ഫൈനലിലേക്ക്. പക്ഷേ ആ സ്വപ്ന ഫൈനലിൽ ഇന്ത്യക്ക് കാലിടറി. ഫഖർ സമാൻ്റെ സെഞ്ചുറിക്കരുത്തിൽ 338 റൺസാണ് പാകിസ്ഥാൻ കുറിച്ചത്. മറുപടി ബാറ്റിങ്ങിൽ മുഹമ്മദ് ആമിറിന് മുന്നിൽ ഇന്ത്യൻ മുൻനിര ചീട്ടുകൊട്ടാരമായി. 43 പന്തുകളിൽ 76 റൺസെടുത്ത ഹാർദിക് പാണ്ഡ്യ ടീം ഇന്ത്യയുടെ മാനം കാത്തു. അങ്ങനെ ആദ്യമായി പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിട്ടു. പ്രവചനങ്ങൾക്ക് അതീതരെന്ന തങ്ങളുടെ വിളിപ്പേര് അവർ ഒരിക്കൽ കൂടി അന്വർത്ഥമാക്കി. ഇനിയൊരു ചാമ്പ്യൻസ് ട്രോഫി ഉണ്ടാകില്ലെന്ന് കരുതിയിരിക്കെ ICC വീണ്ടും വാക്കുമാറ്റി. 8 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ടൂർണമെൻറ്റിന് അരങ്ങുണരുന്നു. ഏകദിന ക്രിക്കറ്റ് തന്നെ അപ്രസക്തമായ പുതിയ കാലത്ത് ഈ ടൂർണമെൻറ്റ് ക്രിക്കറ്റ് പ്രേമികൾക്ക് എന്ത് സമ്മാനിക്കും? കാത്തിരിക്കാം.